Good afternoon. Good afternoon, Miss. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ എവിടെ വരെ എടുത്തത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്തത് ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബെഡ് കപ്പാസിറ്റി കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ, ഡിസ്ചാർജ് ഇലക്റ്റീവ് കേസസ്. ഇലക്റ്റീവ് ആയിട്ടുള്ള കേസുകളൊക്കെ ഡിസ്ചാർജ് ചെയ്യുക. ആവശ്യമില്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യുക. രണ്ടാമത്തത്, ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. അതായത് സുഖം പ്രാപിക്കുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യാം? അവരെ ഡിസ്ചാർജ് ചെയ്യുക. ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നതിലൂടെ ബെഡുകൾ നമുക്ക് എന്ത് പറ്റും? അവൈലബിൾ ആകും ഹോസ്പിറ്റലുകളിൽ കേട്ടോ. അതുകൊണ്ടാണ് ഡിസ്ചാർജിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. അടിയന്തരമല്ലാത്ത പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എമർജൻസി ആയിട്ടുള്ള കേസുകൾ മാത്രം എന്ത് ചെയ്യുക? എടുക്കുക. അല്ലാത്ത കേസുകളൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക്ഷിഫ്റ്റ് വാർഡ്സ്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയകളൊക്കെ വാർഡുകളാക്കി മാറ്റുക. നമ്മൾക്കറിയാം വാർഡുകളൊക്കെ എന്തായി മാറും? എമർജൻസി സിറ്റുവേഷനിൽ ICUകളാക്കി മാറ്റുക അല്ലെ? അപ്പോ എന്ത് ചെയ്യണം? നമ്മള് വാർഡിലുള്ള പേഷ്യൻസിനെ എവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്? വെയിറ്റിംഗ് ഏരിയയിലേക്ക് എന്ത് ചെയ്യണം? അവരെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവര് അത് വാർഡുകളാക്കി മാറുന്നതായിരിക്കും. ദെൻ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൺ. പൊതുജനങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുക. ഓക്കെ, പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. Then fifth one, last one, planning for security of hospitals in emergency situation. Emergency situation ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്ലാനിങ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുക എന്നുള്ളതുമാണ് എന്ത്? ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇപ്പൊ കേറിയവരോടാണ് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ, അതായത് ഹോസ്പിറ്റലിന്റെ ബെഡ് കപ്പാസിറ്റി കൂട്ടാനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ബെഡിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഡിസാസ്റ്റർ സമയത്ത് ധാരാളം ആളുകൾ വരികയും അവർക്ക് എന്താണ് ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കില്ല. അപ്പൊ അതിനെ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പറഞ്ഞു പോന്നിരുന്നു കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ലോജിസ്റ്റിക് പ്ലാനിങ് കേട്ടോ. ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്ലാനിങ് ആണ് ഉണ്ടാവുക? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനകത്തും ഹോസ്പിറ്റലിന് പുറത്തേക്കുമുള്ള ആശയവിനിമയത്തിന്റെ കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളും മറ്റുമാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയുന്നതായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത്രയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ഭാഗത്തിന് കൊടുക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പോകുന്നത് കേട്ടോ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ
ടു ആൻഡ് ഫ്രം ദ സൈറ്റ് അതർ ഹോസ്പിറ്റൽ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അല്ലെ. കാരണം ഹോസ്പിറ്റലിലേക്ക് ആളുകളെ മാസ് കാഷ്വാലിറ്റിയൊക്കെ സംഭവിച്ച ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അവിടെ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തോട്ട് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്ത് ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഇത് എന്തിലാ വരുന്നേ, ലോജിസ്റ്റിക്സ് പ്ലാനിങ്ങിലാണ് വരുന്നത്. ദെൻ തേർഡ് സ്റ്റോർസ് പ്ലാനിങ്. സ്റ്റോർസ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് മരുന്നുകള് എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്. ദെൻ പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ്ങിലാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ട്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെഡിക്കൽ സ്റ്റാഫ്. Members of clinical staff, para and preclinical disciplines and standby staff should be ready for services in the control room, command center. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അത് ക്ലിനിക്കൽ സ്റ്റാഫുകളാവാം, പാരാമെഡിക്കൽ സ്റ്റാഫുകളാകാം. അതുപോലെ തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യണം, ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, റെഡി ആയിട്ട് നിൽക്കണം സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് ഒരു പാര പറയുന്നത്. Then second, nursing staff. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. അതുപോലെ തന്നെ നഴ്സുമാരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസിന്റെ ചാർട്ട് തയ്യാറാക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ നഴ്സുമാർക്കും വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയസിൽ നിന്ന് എന്ത് ചെയ്യാം, നഴ്സുമാരെ നമുക്ക് വലിക്കാവുന്നതാണ്. ഓക്കെ. Then third one, ancillary staff. Ancillary medical service, example radiology, laboratory, blood bank and also other hospital services. Example housekeeping, sanitation, stores, pharmacy, kitchen, etc. should be available. അതുപോലെ തന്നെ റേഡിയോളജിയിൽ നിൽക്കുന്ന ആളുകള്, ലബോറട്ടറിയിൽ നിൽക്കുന്ന ആളുകള്, then housekeeping, sanitation, store, pharmacy ഇവയുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെയാണ് നമ്മൾ എന്ത് പറയാ, ancillary staff എന്ന് പറയാം. ഇവരും എന്ത് ചെയ്തിരിക്കണം, ഒരു ഡിസാസ്റ്റർ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സന്നദ്ധരായിരിക്കണം. ഓക്കെ. Then volunteers. The role which volunteers will assume during the time of a disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. നമുക്കറിയാം volunteers എന്ന് പറയുന്നത് എന്താണ്, രക്ഷാപ്രവർത്തകരാണല്ലോ. അതായത് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ആ തൽക്ഷണം നമുക്ക് സേവനം ചെയ്യുന്ന ആളുകളാണെന്ത്, വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വരുമ്പോൾ അവരെങ്ങനെയാ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഡിസാസ്റ്റർ പ്ലാനും എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ, റിസർവ് സ്റ്റാഫ്. Hospital must be identifying physicians, nurses, and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ബന്ധപ്പെട്ട ഫിസിഷ്യൻസ്, നഴ്സുമാര്, റിട്ടയർഡ് ആയിട്ടുള്ള ജീവനക്കാരൊക്കെ എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരെ നമുക്ക് റിസർവ് സ്റ്റാഫിന്റെ ഗണത്തിലാണ് പെടുത്തേണ്ടത്. ഓക്കെ. അപ്പോ ഇത്രയും ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. Then last one, financial planning. Financial planning എന്ന് പറഞ്ഞാല് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ മെഡിസിൻസ് വാങ്ങാനും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങാനും ഒക്കെ ധാരാളം ക്യാഷ് ആവശ്യമായിട്ടുണ്ട്. അതൊക്കെ എന്തിലാ വരുന്നത്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ.
ഇനി നമുക്ക് ഡിസാസ്റ്റർ ഫേസ് എന്ന് നോക്കാം. നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ ദുരന്തം വികസിക്കുന്ന ഒരു കാലഘട്ടം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, ആൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് പ്ലാൻസ് ഫോർ alerting the disaster committee staff other facilities via phones, paging and mobilizing resources to suitable activated areas. ഡിസാസ്റ്റർ ആക്ടിവേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുക? നമ്മൾ കോഡുകൾ അലേർട്ട് ചെയ്യുക അല്ലെ? ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഇപ്പൊ ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ കോഡ് റെഡ് എന്ന് എന്ത് ചെയ്യും? നമ്മൾ അലേർട്ട് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് അലേർട്ട് ചെയ്യുന്നത്? അത് സ്പീക്കറിലൂടെയോ മൈക്രോഫോണിലൂടെയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ അങ്ങനെയുള്ള എന്ത് മാധ്യമത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ അത് ഹോസ്പിറ്റലിലെ പലതരം ഏരിയകളിൽ പല പല ഏരിയകൾ ഉണ്ടാവും. ഹോസ്പിറ്റലില് പല പല റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ദെൻ ഇൻസിഡന്റ് കമാൻഡർ വരുന്നുണ്ട് അവിടെ. An incident commander who must be free to command and coordinate the overall disaster response must be appointed by hospital administration, example emergency department physician with the emergency medical service. Incident commander എന്ന് പറഞ്ഞാല് ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റലിൽ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അതിന്റെ ഓവറോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഹോസ്പിറ്റലിന്റെ നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുക? ഇൻസിഡന്റ് കമാൻഡർ ആവുക. അയാളുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററെ സംബന്ധിച്ച് ഓവറോൾ ഓപ്പറേഷൻസ് മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആൻഡ് ഇൻസിഡന്റ് കമാൻഡർ. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഡിസാസ്റ്റർ ആക്ടിവേഷൻ നടക്കുന്നത് ഇൻസിഡന്റ് കമാൻഡറിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? 2 പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്ത പറഞ്ഞോട്ടെ. ഡൗട്ട് ഉണ്ട് ഇതിനകത്ത്? ക്ലിയർ ആയി? ഇൻസിഡന്റ് സ്റ്റാഫുകൾ, നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിൽ വരുന്ന സ്റ്റാഫുകളാണ് ആര്? ഇൻസിഡന്റ് സ്റ്റാഫുകള്. The purpose of the incident staff comprised of command and general staff is to providing the hospital IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. ഇനി എന്താ പറയുന്നത്? അതായത് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻസിഡന്റ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവർ, അതായത് ഓരോ ആളുകളും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? ഈ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കണമെങ്കിൽ മാൻ പവർ ആവശ്യമാണ്. അപ്പോ ഓരോ ആളുകൾക്കും ഇന്ന റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓരോ ഇൻസിഡന്റ് സ്റ്റാഫുകളും എന്താണ്? ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഓരോ ഇൻസിഡന്റ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരാണ്? ഇൻസിഡന്റ് സ്റ്റാഫുകളാണ്. ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഇൻസിഡന്റ് സ്റ്റാഫ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഇൻസിഡന്റ് സ്റ്റാഫുകളെ കമാൻഡ് ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Then B, a staff comprising the 7 positions most apt for medium-sized disaster planning, logistics, operation, finance, public relations, safety and security, then liaison. അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ ഡിസാസ്റ്ററിനെ 7 രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഡിസാസ്റ്റർ വികസിക്കുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഡിസാസ്റ്ററിന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് പ്ലാനിങ് ഉണ്ടാകും, ദെൻ ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്,
പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൻസ്. ഈ 7 കാര്യങ്ങളിലൂടെയാണ് ഒരു ഡിസാസ്റ്റർ എന്ത് ചെയ്യുന്നത്, കടന്ന് പോകുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് നോക്കുക കേട്ടോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനും മാത്രം ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇത് വായിച്ചു മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. When disaster strikes, activities in hospital, authorized individuals are called to declare a doctor major, CEO, medical director, nursing director, senior physician, implement the disaster plan. Police and free departments are informed. Telephone operator announces doctor major 3 times every 30 seconds for period of 3 minutes. Physicians and other staff who are off duty are recalled. Departments implement established procedure. Written instructions are given for managing important areas of medical staff and house officers by a designated staff. Special instructions are given to disaster chief, chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives waiting room, admitting office, ray department, blood bank, CSSD. Chiefs are assigned to key areas. അതായത് ഒരു ഡിസാസ്റ്റർ തുടങ്ങുന്ന ഒരു സമയത്ത് ഹോസ്പിറ്റലുകളില് എന്ത് ചെയ്യും, ആക്ടിവേഷൻ ആരംഭിക്കുന്നതാണ് അല്ലെ, പ്ലാൻ ആക്ടിവേഷൻ ആരംഭിക്കുന്നതാണ്. ഇവിടെ പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നിയമിക്കപ്പെട്ട ചില വ്യക്തികളുണ്ട്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ചില പേഴ്സൺസ് ഉണ്ട്. അവരാണ് എന്ത്, ഡോക്ടർ മേജർ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അവരെ നമുക്ക് ഡോക്ടർ മേജർ എന്ന് പറയാം. അവര് സിഇഒ, ഓക്കെ, സിഇഒ ഉണ്ടാവാം, മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാവാം, നഴ്സിംഗ് ഡയറക്ടർ ഉണ്ടാവാം, സീനിയർ ഫിസിഷ്യൻ ഉണ്ടാവാം. ഇവരാണ് എന്ത് ചെയ്യുക, പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാനായിട്ടുള്ള ചുമതലയുള്ള വ്യക്തികൾ. ഇവരാണ് പോലീസിനും ഫയർഫോഴ്സിനും ഇൻഫോർമേഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ വരാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻ ഇവരായിരിക്കാം കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇവരുടെ നിർദ്ദേശപ്രകാരം ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യും. ഓക്കെ, ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യും. എത്ര പ്രാവശ്യമാണ്, 3 പ്രാവശ്യം 3 മിനിറ്റിനുള്ളില് 30 സെക്കൻഡ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യുക. ഒരു ദുരന്തം ഉണ്ടായെന്നുള്ളത് ആക്ടിവേഷൻ, അതായത് പ്ലാൻ ആക്ടിവേഷൻ അവിടെ നടക്കുകയാണ്. ഒരു ദുരന്തം ഉണ്ടായെന്നുള്ളൊരു മുന്നറിയിപ്പ് അവിടെ കൊടുക്കുകയാണ്. എല്ലാ ത്രൂഔട്ട് ദ ഹോസ്പിറ്റലിലും ഒരു അലേർട്ട് കൊടുക്കുന്നതാണ് എന്ത്, ഡോക്ടർ മേജർ എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടർ മേജർ പ്രഖ്യാപിക്കാനായിട്ട് ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്, സിഇഒനോ മെഡിക്കൽ ഡയറക്ടറിനോ നഴ്സിംഗ് ഡയറക്ടറിനോ ആയിരിക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ഒരു അലേർട്ടിംഗ് സംവിധാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഓഫ് ഡ്യൂട്ടിയിലുള്ള ഫിസിഷ്യൻസ്മാരും നഴ്സുമാരൊക്കെ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യുന്നു, വിളിച്ചു വരുത്തുന്നു. അതുകൂടാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു അനൗൺസ്മെന്റിലൂടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഏരിയകളുമായി ബന്ധപ്പെട്ട് റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമൂലം രേഖാമൂലം എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റു പല ഏരിയകളിലും, അതായത് ഡിസാസ്റ്റർ ചീഫ്, ചീഫ് ഓഫ് എമർജൻസി റൂം, ട്രയേറ്റ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, അങ്ങനെയുള്ള പല CSSD, ബ്ലഡ് ബാങ്ക്, ഇങ്ങനെയുള്ള പല ഏരിയകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനൗൺസ്മെന്റ് വഴി അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത് സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, ആരൊക്കെയാണ് ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ന് ചോദിക്കാം. അപ്പൊ ആരൊക്കെയാ വരിക, സിഇഒ വരാം, മെഡിക്കൽ ഡയറക്ടർ വരാം, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ, അവരൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുക. പിന്നെ ഡോക്ടർ മേജർ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്, 3 times every 30 seconds for period of 3 minutes കേട്ടോ. ആ 2 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടെ പറയുന്നത്. സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക് ട്രയേജ് ഈസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്.
നമ്മുടെ ആംബുലൻസ് എൻട്രൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ആർക്കാണ് നിയന്ത്രണത്തിന് അവകാശമുള്ളത്? സെക്യൂരിറ്റി സ്റ്റാഫുകൾക്കാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ട്രയാജ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈലപ്പ്. അതായത് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന ആ ഒരു ഇടം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തിരക്ക്, എന്താ പറയാ, റഷ് ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. അതായത് ആവശ്യമുള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക, അകത്തേക്ക് കയറ്റി വിടുക. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കേട്ടോ. രണ്ടാമത്തത്, സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക, തരംതിരിക്കുക, മുൻഗണന കൊടുക്കുക ആളുകൾക്ക്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം, നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ഇവരെയൊക്കെ തരം തിരിച്ചിട്ട് എന്ത് ചെയ്യുക, അകത്തേക്ക് കയറ്റി വിടുക. സി, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അവരെ ടാഗ് ചെയ്യുക. ടാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇന്ന ഏരിയയിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുക്കുക. ലാസ്റ്റ് വൺ, റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഇപ്പോ ഓപ്പറേഷൻ റൂമിന്റെ ഏരിയ വേറെ ആയിരിക്കും, OPDയുടെ ഏരിയ വേറെ ആയിരിക്കും, അതുപോലെ എമർജൻസി റൂമിന്റെ ഏരിയ വേറെ ആയിരിക്കും. അപ്പോ കൃത്യമായിട്ടുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്ന ഏരിയയിലേക്ക് ചെന്നാലാണ് അവിടെ ആ ഒരു സർജറി റൂം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്ന ഏരിയയിലാണ് എമർജൻസി റൂം ഉണ്ടാവുക. അങ്ങനെയുള്ള പ്രോപ്പർ ഡയറക്ഷൻസ് അവർക്ക് കൊടുക്കുക. ഇതാണ് സെക്യൂരിറ്റി പേഴ്സണലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ട്രീറ്റ്മെന്റ് ഏരിയസിലോട്ട് പോവാട്ടെ. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? സ്പീഡ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് ഏരിയ നോക്കാം കേട്ടോ. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ. അതായത് ഓരോ വിഭാഗത്തിനും ഓരോരോ ഏരിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഏതൊക്കെ വിഭാഗങ്ങളാണ്, ഏതൊക്കെ ഏരിയയിലാണ് അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ, ലൈഫ് ത്രെട്ടണിങ് ഹെമറേജ്. എമർജൻസി റൂം എന്ന് പറയുമ്പോൾ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണ്. ഏതൊക്കെയാണത്? ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള, ജീവന് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ ജീവന് ഭീഷണിയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, മരിക്കാറായിട്ടുള്ള പേഷ്യൻസ്. ഹെമറേജ്, രക്തക്കുഴൽ പൊട്ടിയിട്ടൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, അവരെയൊക്കെയാണ് അതിൽ വരിക, എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ ആയിട്ട് കൊണ്ടുവരിക. ദെൻ സർജറി, സർജറിയില് സീരിയസ് കാഷ്വാലിറ്റീസ്, സീരിയസ് ആയിട്ടുള്ള കേസുകള്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ്. അതായത് നെഞ്ചിനും അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ ഏറ്റിട്ടുള്ളവര്, തുറന്ന മുറിവുകളുള്ളവര്, അതായത് ഭയങ്കരമായിട്ട് മുറിവുകൾ ഏറ്റിട്ടുള്ളവര് ശരീരത്തില്, അവരെയാണ് സർജറി റൂമിലേക്ക് കൊണ്ടുപോവുക. ദെൻ ഡെലിവറി സ്യൂട്ട്, വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റസൈഡ് ഓഫ് പ്രഗ്നന്റ് വുമൺ, അതുപോലെ തന്നെ ഡെലിവറി ആകാൻ നിൽക്കുന്ന പേഷ്യൻസ്, പ്രസവം എടുക്കാറായിട്ടുള്ള പേഷ്യൻസ്, ദെൻ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് ഉള്ളവര്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ആഘാതങ്ങൾ ഏറ്റിട്ടുള്ളവര്, അവരൊക്കെയാണ് എവിടേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് നോർമലി അറിയായിരിക്കും അല്ലെ, ഡെലിവറി സ്യൂട്ടിലോട്ട് കൊണ്ടുപോവുക. ദെൻ ഫോർത്ത് വൺ, ICU, മെഡിക്കൽ എമർജൻസീസ്. അതായത് മെഡിക്കൽ ആയിട്ടുള്ള എമർജൻസീസ്, അത്യാഹിതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചവരെ നമ്മൾ ICUലാണ് ഷിഫ്റ്റ് ചെയ്യുക. ദെൻ ഫിഫ്ത് വൺ, OPD ഏരിയ, അൺസാൽവജബിൾ കേസസ്. അതായത് മരിക്കാനായിട്ടുള്ള പേഷ്യൻസ്, രക്ഷിക്കാനാവാത്ത പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരെങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? OPD ഏരിയയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് OPD ഏരിയയിലേക്കാണ് കാണാനായിട്ട് സാധിക്കുക. ദെൻ റേഡിയോളജി, ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപെഡിക്സ് ആൻഡ് ദെൻ, അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റേഡിയോളജി വിഭാഗത്തിലേക്ക് വരുന്നവരാല് നമ്മുടെ എല്ലിനക്ഷ ക്ഷതം പറ്റിയവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെയാണ് ആ വിഭാഗത്തിലേക്ക് കൊണ്ടുവരിക. ദെൻ എമർജൻസി റൂം, മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്, ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിനൊക്കെ എമർജൻസി റൂമിൽ കൊണ്ടുവരും. ദെൻ സൈക്യാട്രി, സൈക്യാട്രിയിൽ കൊണ്ടുവരുന്നത് ഹിസ്റ്റീരിയ, അപസ്മാരം സംഭവിച്ച പേഷ്യൻസ്, ബിഹേവിയർ എമർജൻസീസ്, അതായത് പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ളവരെയാണ് നമ്മൾ സൈക്യാട്രിയിൽ കൊണ്ടുവരിക. ഇൻ മെഡിറ്റേഷൻ റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ്, മെഡിറ്റേഷൻ റൂമിലോട്ട് കൊണ്ടുവരുന്നത് ആരൊക്കെയാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് മെഡിറ്റേഷൻ റൂമിലേക്ക് കൊണ്ടുവരിക.
Okay. Then 10th one, seminar room. Seminar room uninjured ആയിട്ടുള്ള ആളുകള് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സിനൊക്കെയാണ് സെമിനാർ റൂമിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇത്രയുമാണ് എന്ത് ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഹിസ്റ്റീരിയ എന്താണ്? അപസ്മാരമാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? വാട്ട് ഈസ് ഹിസ്റ്റീരിയ? അപസ്മാരമാണ് കേട്ടോ. ഇനി ഓരോ പോയിന്റുകളായിട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് വൺ, ഡെഫിനിറ്റീവ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് കൃത്യമായ പരിചരണം കൊടുക്കുക. ഓക്കെ, എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കണം? അവർക്ക് പരിചരണം കൊടുക്കണം. Then second one, data received, recorded and directed to the business office, admitting office and the public relation office for coordination and release. അതുപോലെ തന്നെ വരുന്ന രോഗികളുടെ റെക്കോർഡ് സ്വീകരിക്കുകയും അത് രേഖപ്പെടുത്തുകയും അവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യണം. പിന്നെ അതുകൂടാതെ പബ്ലിക് റിലേഷൻ ഓഫീസുമായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. Then third one, patients who are discharged are directed to admitting discharge office. ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിനെ ഒന്നില്ലെങ്കിൽ അഡ്മിഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്ക് കൊണ്ടുപോകാം. ഡിസാസ്റ്റർ ചീഫ് മെഡിക്കൽ ഡയറക്ടർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, സിഇഒ may authorize an all clear announcement. അതായത് ഇങ്ങനെയുള്ള നമ്മൾക്കറിയാം, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ആക്ടിവേഷൻ നടത്തുക അല്ലെ. അതായത് ഇപ്പൊ ഒരു 100 രോഗികൾ വന്നു കഴിഞ്ഞാൽ 100 രോഗികൾക്കുള്ള ചികിത്സയും മറ്റുമൊക്കെ നമ്മൾ കൊടുത്തൊന്ന് ശാന്തമായിട്ട് കഴിയുമ്പോൾ അവിടെ നമുക്ക് എന്ത് അനൗൺസ്മെന്റ് നടത്താം? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്താം. അങ്ങനെ നടത്തണം എന്നാ പറയാം. അതായത് എല്ലാം ശാന്തമായി, എല്ലാവർക്കും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ആരും ഇവിടെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഒന്ന് ഈ അന്തരീക്ഷം ഒന്ന് ശാന്തമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എന്ത് കൊടുക്കണം? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പുറപ്പെടുവിക്കേണ്ടതാണ്. ആരാണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കാനായിട്ട് അധികാരമുള്ളത്? ആർക്കാണ്? അത് ഡിസാസ്റ്റർ ചീഫ് ആകാം, മെഡിക്കൽ ഡയറക്ടർ ആകാം, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആവാം, സിഇഒ ആവാം. ഇവരുടെ ചുമതലയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കേണ്ടത്. ആരാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? ആരാണ് പ്രഖ്യാപിക്കുന്നത്? ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിലും അതിന് നിയോഗിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ, ടെലിഫോൺ ഓപ്പറേറ്റർ വിൽ ദെൻ മേക്ക് ആൻ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഓവർ ദ പബ്ലിക് അഡ്രസ് സിസ്റ്റം. സാസ് എന്നല്ല കേട്ടോ, ഇവിടെ തെറ്റുണ്ട്, സിസ്റ്റം എന്നാണ് കേട്ടോ. പബ്ലിക് അഡ്രസ് സിസ്റ്റം ഹി വിൽ അനൗൺസ് കോഡ് ഗ്രീൻ. അപ്പൊ ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? ഡിസാസ്റ്റർ ചീഫിന്റെയോ മെഡിക്കൽ ഡയറക്ടറുടെയോ അല്ലെങ്കിൽ സിഇഒയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കുന്നു. കോഡ് ഗ്രീൻ ആണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡ് കേട്ടോ. കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ശാന്തമായി എന്നാണ് അർത്ഥം. ഇതൊരു പബ്ലിക് അഡ്രസ്സിലേക്കാണ് കൊടുക്കുന്നത്. പബ്ലിക് അഡ്രസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഉപയോഗിച്ചോ ഒക്കെയാണ് അത് കൊടുക്കുന്നത്. ഈ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുക, അതായത് ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഡോക്ടർ മേജർ എന്ന് പ്രഖ്യാപിക്കുന്നത് ആക്ടിവേഷൻ സമയത്താണ്, പ്ലാൻ ആക്ടിവേഷൻ സമയത്താണ് ഡോക്ടർ മേജർ പ്രഖ്യാപിക്കുന്നത് അല്ലെ. എന്നാൽ ഈ ഒരു കോഡ് ഗ്രീൻ അല്ലെങ്കിൽ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഒന്ന് ശാന്തമായ ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മള് പ്രഖ്യാപിക്കുക. ഇനി അടുത്തത് നോക്കിയാൽ നിങ്ങള് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ. ഇനി നമ്മൾ എന്ത് പ്രഖ്യാപിക്കണം? ഡീആക്ടിവേഷൻ പ്രഖ്യാപിക്കണം. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. Disaster deactivation, demobilization phase, declaring the disaster to be over. The decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. The deactivation should not be too early, premature, or too late. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness starts, which is difficulty to overcome.
അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നമ്മൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, അതായത് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ആയി, പിന്നെ അതിന്റെ ആവശ്യം അവിടെ ഇല്ല. ഡീആക്ടിവേഷൻ നമുക്ക് കൊടുക്കാം, പിന്നെ ഒരു കാര്യം അവിടെ ചെയ്യാനായിട്ടില്ല. എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മള് പേഷ്യൻസിനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ അവിടെ തീർന്നു, അല്ലെങ്കിൽ പ്ലാൻ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഡീആക്ടിവേഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഡീആക്ടിവേഷൻ കൊടുക്കുന്നത് ഒരു കമാൻഡറിന്റെ നേതൃത്വത്തിലായിരിക്കും ഡീആക്ടിവേഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ഡീആക്ടിവേഷൻ കൊടുക്കുന്ന സമയം വളരെ നേരത്തെയും ആകരുത്, വളരെ വൈകിയുമാകരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 പേരെ നമ്മൾ ഒരു മാസ് കാഷ്വാലിറ്റി സംഭവിച്ച് കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. 100 പേർക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൂടി ചെയ്തു, എല്ലാം ചെയ്തു, എല്ലാവരെയും ശാന്തമാക്കി, അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നവരെ ട്രാൻസ്ഫർ ചെയ്തു, അപ്പൊ അത് ശാന്തമായി. ഇനി ഡീആക്ടിവേഷൻ കൊടുക്കാൻ പോവാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു 50 പേരെയും കൂടി എന്ത് ചെയ്യാണ്, വീണ്ടും കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്റ്റാഫിന് ഡിഫിക്കൽട്ട് ആയിരിക്കുള്ളൂ എന്ത് ചെയ്യാനായിട്ട്, ജോലികൾ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് വളരെ നേരത്തെയും ആകരുത്, വളരെ വൈകിയും ആകരുത് ഡീആക്ടിവേഷൻ കൊടുക്കുന്നതെന്ന് കേട്ടോ. ക്ലിയർ ആയെന്ന് കരുതുന്നു. The next one പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചില ഡ്യൂട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇഷ്യൂ ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. നമ്മുടെ മാധ്യമങ്ങൾ, TV, ന്യൂസ് പേപ്പർ, റേഡിയോ, അങ്ങനെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാർത്ത കിട്ടാണെന്ന് വിചാരിക്കാം. ആ വാർത്ത കൊടുക്കുന്നത് ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഭരണാധികാരികൾക്കും ഇടയിൽ നിന്ന് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, സെൻട്രലൈസസ് ഇൻഫോർമേഷൻ അബൌട്ട് ദി കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയെ കുറിച്ചുള്ള എല്ലാത്തരം വിവരങ്ങളും ലഭ്യമാക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നാണ്. നാലാമത്തെ പോയിന്റ്, കൺട്രോൾ സോൾവ് ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫുകള് കൺട്രോൾ ചെയ്യുന്നു, അതായത് ഫോട്ടോഗ്രാഫുകൾ പൂർണ്ണമായി ലീക്ക് ചെയ്യാതെ സൂക്ഷിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മർഡറിന്റെ ഒരു പിക്ചർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഡെത്തായി കിടക്കുന്നു, അല്ലെങ്കിൽ ധാരാളം ആളുകൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് TV-യിൽ ലഭ്യമാകുക ബ്ലർ ആയിട്ടായിരിക്കും. നമുക്ക് പൂർണ്ണമായിട്ട് അത് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? TV-യിലൊക്കെ വരുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, ബ്ലർ ആയിട്ടല്ലേ കാണാൻ പറ്റുക. പൂർണ്ണമായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. അതൊരു മഞ്ഞ രൂപത്തിലായിരിക്കും നമുക്കത് കിട്ടുക. അപ്പോ ഒരു ആളുടെ ഒരു മർഡർ അറ്റംപ്റ്റിന് വിധേയ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സമയത്ത് ഒരു അപകടം പറ്റിയ ഒരാളുടെ ഒരു ചിത്രം നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് TV-യിൽ വ്യക്തമാകണം എന്നില്ല. അപ്പൊ അത് ലീക്ക് ചെയ്യാതെ സൂക്ഷിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ലാസ്റ്റ് വൺ, പ്രിപ്പേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. ഒരു കാഷ്വാലിറ്റിയിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് എത്ര പേരുണ്ട്, ഡെത്തായ പേഷ്യൻസ് എത്ര പേരുണ്ട്, അവരുടെ കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഉള്ളത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്, അതാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. അതായത് ദുരന്ത ബാധിതരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര ജീവൻ രക്ഷാ ഉപാധികള് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അടിയന്തര നടപടിക്രമങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പൊ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ളവരെ സ്വീകരിക്കുന്നതും അവരെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, സീ ദാറ്റ് എക്സ്ട്രാ നഴ്സസ് ആർ അസൈൻഡ് ഫ്രം ദ ഫ്ലോർസ്. അതുപോലെ തന്നെ
കൂടുതലായിട്ട് അണിനിരത്തി, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ, ഡിസാസ്റ്റർ വരുന്ന സമയത്ത് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അണിനിരത്തി അവിടെ നിർത്തിയിട്ടുണ്ടാവും. ഒരു സൈന്യം പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരൊക്കെ അതിന് പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ എക്സ്ട്രാ ആളുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ നഴ്സസുമാരും സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണലിന്റെ ഉത്തരവാദിത്വമാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഏരിയ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ റിഡ്നസ് ഇൻ ദ ട്രയേജ് ഏരിയ. ട്രയേജ് ഏരിയയിൽ നിന്നും ക്രാഷ് കാർഡുകൾ വാങ്ങി സൂക്ഷിക്കുകയും അത് എന്താ പറയാ, ഇത് കൈവശം വെക്കുകയും ചെയ്യേണ്ടത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനാണ്. അപ്പൊ എന്താണ് ക്രാഷ് കാർഡ് എന്ന് നമ്മളോട് ചോദിക്കുക അല്ലെ? ക്രാഷ് കാർഡ് എന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻ ആണ് കേട്ടോ. എമർജൻസി ഘട്ടങ്ങളില് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് എന്ത് പറയുന്നത്, ക്രാഷ് കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അഡ്രിനാലിൻ പറയാം കേട്ടോ. അതായത് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത് ലൈക്ക് അഡ്രിനാലിൻ പോലുള്ള മരുന്നുകളെയാണ് ക്രാഷ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വാങ്ങി സൂക്ഷിക്കേണ്ടത് ആരാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തിയാണ്. ലാസ്റ്റ് പോയിന്റ്, make sure that portable X-ray machines brought and kept in emergency department. അതുപോലെ തന്നെ പോർട്ടബിൾ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് എമർജൻസി വിഭാഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി സെക്യൂരിറ്റികളുടെ ഡ്യൂട്ടിയാണ് പറയുന്നത് കേട്ടോ. സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടല്ലോ ഹോസ്പിറ്റലുകളുടെ, അവരുടെ ഡ്യൂട്ടീസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസുമായിട്ടുള്ള ഒരു സഹകരണം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ദ ഔട്ട്സൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്തും ഹോസ്പിറ്റലിനകത്തുമുള്ള ഒരു ക്രമസമാധാനം നിലനിർത്തുക. Direct traffic so as not to block the free entry of patients carrying vehicles to and outside the hospital. അതായത് എൻട്രൻസിലേക്ക് വരുന്ന പേഷ്യൻസിനെ തടഞ്ഞു നിർത്താനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിന്, ആവശ്യത്തിനായിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ വെഹിക്കിൾ ആയാലും അല്ലെങ്കിൽ ആളുകളായാലും അവരെ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, പോക്കറ്റ് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റേഴ്സ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ എക്സെട്ര. പിന്നെ പ്രധാനപ്പെട്ട ഏരിയകളുടെ കീകള് ഇവരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കീ, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസിന്റെ കീ, പവർ സ്റ്റേഷൻ, ജനറേറ്റേഴ്സ് ഇരിക്കുന്ന റൂമിന്റെ കീ, വാട്ടർ ടാങ്കുകൾ ഇരിക്കുന്ന റൂമിന്റെ കീ. ഇതൊക്കെ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കാം? സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കാം. Restrain and strictly control access to the hospital director, the entry for authorized person to appropriate areas, ambulance to emergency, relatives to waiting area, media to media room. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഡോക്ടർമാര്, നഴ്സുമാര് അവരൊക്കെ വരുമ്പോൾ അവരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുക. അതുപോലെ തന്നെ ആംബുലൻസ് ഒക്കെ വരുമ്പോൾ എമർജൻസി റൂമിലേക്ക് അതിനെ കൊണ്ടുപോവുക. പിന്നെ റിലേറ്റീവ്സിനാണെങ്കിൽ വെയിറ്റിംഗ് ഏരിയ കാണിച്ചു കൊടുക്കുക, മീഡിയ റൂം അലോ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. സിക്സ്ത് വൺ, പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും ഹോസ്പിറ്റലിലെ രോഗികളെയും സംരക്ഷിക്കേണ്ടത് അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ, all hospital personnel should wear identity cards. എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫുകളും നിർബന്ധമായിട്ടും എന്ത് ധരിച്ചിരിക്കണം? ഐഡന്റിറ്റി കാർഡുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ട്രയാജ് ആണ്. ട്രയാജ് എന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പറഞ്ഞു പോയതായിരുന്നു. ഇല്ല, ജസ്റ്റ് വായിച്ചാൽ മതി. സെക്യൂരിറ്റി ഒക്കെ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. സോർട്ടിംഗ് ആണ് അല്ലേ? സോർട്ടിംഗ് ആണ് എന്ത്? ട്രയേജ് എന്ന് പറയുന്നത് സോർട്ടിങ്ങിനെയാണ് അല്ലെ? ട്രയേജ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോർട്ടിംഗ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ്. ഇനി ട്രയേജ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ട്രയേജ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത്.
The process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. Triage is done in emergency rooms, disasters and wars when limited medical resources must be allotted to enhance the number of survivors. ഇവിടെ എന്താ പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോർട്ടിംഗ് രീതിയാണ് അല്ലെ. പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ആളുകളെ പെട്ടെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ട്രയേജ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? ഒരു എമർജൻസി ഘട്ടങ്ങളില്, ദുരന്ത സമയത്ത്, യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് കൂടുതൽ ട്രയേജിന് മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. ഇനി സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളില് ട്രയേജ് സംവിധാനത്തിൽ എന്ത് അനുവദിക്കണം? കൂടുതൽ റിസോഴ്സസ് ലഭ്യമാകണം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ നോക്കിയൊന്ന് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 എന്ന് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് കാറ്റഗറി 1 നോക്കിയേ നിങ്ങള്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അപ്രോക്സിമേറ്റ്ലി 20% പ്രയോറിറ്റി 1, അതായത് 20% ആളുകളാണ്. 100 പേര് വന്നു കഴിഞ്ഞാല് 20% ആളുകൾക്കാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരിക. അപ്പൊ അതിനകത്ത് ഈ പ്രയോറിറ്റി 1 അഥവാ കാറ്റഗറി 1ൽ ഉൾപ്പെടുന്ന ചില വിഭാഗങ്ങൾ ഉണ്ട്. അവരെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ആരൊക്കെയാണ് ആ വിഭാഗത്തിൽ വരുന്നത് നോക്കാം കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഞാൻ പറയാവുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകാനുള്ളതാണ്. ഫസ്റ്റ് വൺ, സിവിയർ ബ്ലീഡിങ്. ഇന്റേണൽ ബ്ലീഡിങ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിങ് ആവാം. ഇത് രണ്ട് തരത്തിലുള്ള ബ്ലീഡിങ് സിവിയർ ബ്ലീഡിങ്ങിൽ വരും. ഭയങ്കരമായിട്ട് രക്തസ്രാവം ഉണ്ടാവുക. അത് പ്രയോറിറ്റി 1ലാണ് ആ പേഷ്യൻസിന് നമുക്ക് പെടുത്താവുന്നത്. ദെൻ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. It is also known as airway obstructions. കേട്ടോ, ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത്? എയർവേ ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറയും. എന്താണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് നമ്മുടെ ലങ്സില് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിനുള്ളില് എയർ ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ലങ്സിനുള്ളില് എയർ ഫ്രീ ആകാൻ പറ്റാത്ത കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് കഫക്കെട്ടൊക്കെ വരുമ്പോൾ കഫം നിറഞ്ഞ് നമ്മുടെ ലങ്സിനുള്ളിൽ നിൽക്കുകയാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? ശരിയായി നേരാവണ്ണം ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. എയർ പോയില്ല അല്ലെ മര്യാദയ്ക്ക്. അപ്പൊ അതേപോലെ തന്നെ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവാം? ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. ഓക്കെ, അടുത്തത് ന്യൂമോതൊറാക്സ് ആണ്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് abnormal collection of air in lungs or chest. Abnormal collection of air in lungs or chest. അതായത് ലങ്സിനുള്ളില് എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്ത് അവസാനം കൊളാപ്സ് ആകുന്ന അവസ്ഥയാണ് എന്ത്? ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലങ്സിനുള്ളിൽ എന്ത് ചെയ്യും? എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവും നമുക്ക് അല്ലെ. അതായത് എയർ ഭയങ്കരമായിട്ട് തിങ്ങി നിറഞ്ഞ് എന്തുണ്ടാവും? അവിടെ പ്രഷർ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതിനാണ് എന്ത് പറയാ? ന്യൂമോതൊറാക്സ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ്, ദാറ്റ് ഈസ് ന്യൂമോതൊറാക്സ്. നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അടുത്തത് ഹീമോതൊറാക്സ് ആണ്. ഹീമോതൊറാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് കയറുന്ന കണ്ടീഷനെയാണ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ ലങ്സിനുള്ളിലേക്ക് കയറുന്ന കണ്ടീഷനാണ് എന്ത്? ഹീമോതൊറാക്സ്. നെക്സ്റ്റ് വൺ, ഹൈപ്പോവോൾമിക് ഷോക്ക്. ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തിനെ ഡാമേജ് ആക്കുന്നതാണത് ഹൈപ്പോവോൾമിക് ഷോക്ക്. ഓക്കെ, നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഡീഹൈഡ്രേറ്റ് ആവും അല്ലെ. ചില അവസരങ്ങളിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാറുണ്ട്. ഇതുമൂലം നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കുന്ന കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോവോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
then അടുത്തത് എക്സ്ട്രീംലി സിവിയർലി ഇൻജുവേർഡ്. എക്സ്ട്രീംലി എന്നാണ് കേട്ടോ, അതായത് ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ട് പരിക്കുകൾ പറ്റുന്നവര്. ഫേഷ്യൽ ബേൺസ്. ഫേഷ്യൽ ബേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐസ്, നമ്മുടെ നോസ്, മൗത്ത്, ഇയർ, ഇത്രയും ഭാഗങ്ങൾക്ക് ഡാമേജ് പറ്റുന്നതാണ് എന്ത്? ഫേഷ്യൽ ബേൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഫേഷ്യൽ ബേൺസ് ഐസ്, നോസ്, മൗത്ത്, ദെൻ നമ്മുടെ ഇയർ. ഓക്കെ. Then burns to upper respiratory tract. Upper respiratory tract എന്ന് പറഞ്ഞാല് നമ്മുടെ തോൾ, നമ്മുടെ താടിയെല്ലുണ്ടല്ലോ, നമ്മുടെ താടിയെല്ലിനും നമ്മുടെ ഈ നെഞ്ചിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനിടയിലുള്ള ഒരു സംഭവം, ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ കൈ പിടിച്ചിരിക്കുന്നുണ്ടോ, അതിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനുള്ളിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? പ്രയോറിറ്റി 1 ക്ലിയർ ആണോ? Then category 2 delayed treatment ആണ്. അപ്രോക്സിമേറ്റ്ലി 40% ആണ് ഈ കാറ്റഗറിയിൽ വരിക. പ്രയോറിറ്റി 2 ആണ്. ഇതിനകത്ത് എന്തൊക്കെയാ വരിക? ഫ്രാക്ചേഴ്സ് വരാം അല്ലെ? ഫ്രാക്ചേഴ്സ്, പരിക്കുകള്. ഡിസ്ലൊക്കേഷൻ, അടുത്തത് ഡിസ്ലൊക്കേഷൻ ആണ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മുടെ കൈയുടെ ഒക്കെ കുഴ തെറ്റാന്നൊക്കെ പറയില്ലേ, നമ്മുടെ ജോയിന്റ് ഒക്കെ എന്താണ്, തിന്നില്ലേ, ആ ഒരു അവസ്ഥയെ പറയുന്നത്. ജോയിന്റ്സും മസിൽസും ഒക്കെ എന്താണ്? ഡിസ്ലൊക്കേറ്റ് ആവുക എന്നുള്ളതാണ് ഡിസ്ലൊക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. Then abdominal injuries to abdomen, അതായത് വയറിന്റെ ഭാഗത്ത് വരുന്ന പരിക്കുകള്. Then thorax, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ വരുന്ന പരിക്കുകള്. Then യൂറോജെനിറ്റൽ ട്രാക്ട്. യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി, നമ്മുടെ യൂട്രസ്, then ബ്ലാഡർ, ഈ 3 ഓർഗൻസിനും എന്തെങ്കിലും ഡാമേജ് പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് വിളിക്കാം കേട്ടോ. കിഡ്നി, യൂട്രസ്, ബ്ലാഡർ, 3 ഓർഗനും ഡാമേജ് പറ്റുവാണെങ്കിൽ ആ അവസ്ഥയാണ് യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്കള്ള്, നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റുവാണെങ്കിലോ, നമ്മുടെ ബ്രെയിൻ, തലച്ചോറിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റുവാണെങ്കിലോ, അതുപോലെ തന്നെ 2 and 3 ഡിഗ്രി ബേൺസ്. എന്താണ് 2 and 3 ഡിഗ്രി ബേൺസ്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. 2 and 3 ഡിഗ്രി ബേൺസ് കേട്ടിട്ടുണ്ടോ? What is 2 and 3 degree burns? കേട്ടിട്ടില്ല? സിവിലിറ്റി ബേൺ. ഓക്കെ, ശരിയാണ്, ഏകദേശം അങ്ങനെ പറയാം നമുക്ക്. ഞാനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയാം. നമുക്ക് അതായത് ഇപ്പോ എന്റെ കൈ ഒന്ന് പോസ്റ്റുമേൽ പോയി ഇടിച്ചെന്ന് വിചാരിക്കുക. പോസ്റ്റുമേൽ പോയി ഇടിക്കുമ്പോൾ എന്റെ കൈയുടെ ഈ ഭാഗം, അതായത് സ്കിന്നിന് പുറമെ അല്ലെ, സ്കിന്നിന്റെ ഈ ഭാഗത്ത് എന്തെങ്കിലും റെഡ്നെസ്സോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് വന്ന് വീർക്കുകയോ എന്തെങ്കിലും പോറലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ 2 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. ദെൻ 3 ഡിഗ്രി ബേൺസ് എന്താണ് നോക്കാം. ഇതേ കൈ തന്നെ, അതായത് പോസ്റ്റുമേൽ ഇടിച്ചു, അതുമൂലം എന്റെ എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ എന്റെ മസിലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 3 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. അപ്പൊ സ്കിന്നിന് പുറത്താണ് ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെഡ്നെസ് വരുന്നത് സ്കിന്നിന് പുറത്താണ്, എന്താ പറയാ പോള പോലെ വന്ന് വീർക്കുന്നത് സ്കിന്നിന് പുറത്താണ്, പോറൽ വീഴുന്നത് സ്കിന്നിന് പുറത്താണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് കാറ്റഗറിയിൽ പെടുത്താം? 2 ഡിഗ്രി ബേൺസ് ആയിട്ട് പറയാം. എന്നാൽ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ എന്റെ എല്ല് പൊട്ടുകയോ എന്റെ മസിലിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അത് എന്ത് പറയാം? 3 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. ഒരു പൊള്ളലേറ്റു വിചാരിക്കാം. പൊള്ളലേക്കുമ്പോൾ നമ്മുടെ ആ ഭാഗം എന്താണ്? സ്കിൻ പോകും അല്ലെ, അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പോള പോലെ വന്ന് വീർക്കും, അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 2 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. ഇനി ആ പൊള്ളല് മൂലം നമ്മുടെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാല് അതിനെ 3 ഡിഗ്രി ബേൺസ് എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ രണ്ടും തമ്മിലുള്ള? 2 ഡിഗ്രി ബേൺസ് എന്താണ്, 3 ഡിഗ്രി ബേൺസ് എന്താണെന്ന്? ഓക്കെ. ഇനി
കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 എന്ന് പറഞ്ഞാല് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് വളരെ കുറച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളൂ. 40% എന്ത് വരിക, ഈ ഒരു ഇതിന് വരിക. അതായത് 40% ആളുകൾക്കാണ് ഈ ഒരു കാറ്റഗറി 3 വരുന്നത്. പ്രയോറിറ്റി 3 വരുന്നത് മൈനർ ബോൺസ്, അതായത് ചെറിയ മുറിവുകൾ ഉള്ളവര്, സ്മോൾ ഫ്രാക്ചർ, ചെറിയ പരിക്കുകൾ ഉള്ളവര്, സ്ട്രെയിൻ, ഉളുക്ക്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉളുക്കാണ് കേട്ടോ. ഉളുക്കുകൾ ഉള്ളവര്, അവരൊക്കെയാണ് ഏത് കാറ്റഗറിയിൽ പെടുത്തുക? ഈ ഒരു കാറ്റഗറി 3 നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ കാറ്റഗറി 4 എക്സ്പെക്റ്റന്റ് ട്രീറ്റ്മെന്റ്, അതായത് ഡൈയിങ് ഓർ ഇൻജേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ, അതായത് അതിജീവനത്തിന് സാധ്യമല്ലാത്ത രോഗികൾ, മരിക്കാറായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ നമുക്ക് എന്തിൽ പെടുത്താവുന്നതാണ്? കാറ്റഗറി 4 നമുക്ക് പെടുത്താവുന്നതാണ് കേട്ടോ. ഇത്രയുമാണ് എന്ത് നമുക്ക് പ്രധാനപ്പെട്ട കാറ്റഗറി വൈസ് ആയിട്ട് വരുന്നത് കേട്ടോ. then അടുത്തത് ടാഗിങ് ഉണ്ട്. ടാഗിങ് കൂടി നമുക്കൊന്ന് നോക്കാം. പ്രയോറിറ്റി ഫോർ റിമൂവിംഗ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നമുക്ക് റെഡ് ടാഗ് ഫസ്റ്റ് കേട്ടോ, അതായത് അവർക്കാണ് നമുക്ക് ആദ്യം പരിഗണന കൊടുക്കേണ്ടത്. റെഡ് ടാഗ് ആണ് അവർക്ക് ഉപയോഗിക്കുന്നത്. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ് ആണ്. then അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ആണ് വരിക. then walking wounded ഗ്രീൻ ടാഗ് ആണ് തേർഡ്. then dead any dying ബ്ലാക്ക് ടാഗ് ആണ്. അപ്പൊ റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഈ കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ മറ്റൊരു പേര് എന്താ ഞാൻ പറഞ്ഞത്? എയർവേ ഒബ്സ്ട്രക്ഷൻസ് എന്നാണ് കേട്ടോ. എയർവേ ഒബ്സ്ട്രക്ഷൻസ് അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. എയർവേ ഒബ്സ്ട്രക്ഷൻസ്. പിന്നെ ഈ പ്രയോറിറ്റികൾ മൊത്തം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ഇമ്പോർട്ടന്റ് ആണ്, 2 ഇമ്പോർട്ടന്റ് ആണ്, then 3 ഇമ്പോർട്ടന്റ് ആണ്, 4 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തൊറാക്സ് അത് പറയണം. തൊറാക്സ് ഞാൻ പറയാം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. തൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്നതിനെയാണ് തൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ശ്വാസനാളം അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകുന്നതിനാണ് തൊറാക്സ് എന്ന് പറയുന്നത്. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് അബ്നോർമൽ കളക്ഷൻ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ്. ലങ്സിനുള്ളിൽ എയർ വലിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കൊളാപ്സ് ആകുന്ന അവസ്ഥയാണ് ന്യൂമോതൊറാക്സ്. ഹ്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് കയറുന്ന അവസ്ഥയാണ്, കണ്ടീഷനാണ്. then ഹൈപ്പോവാൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാല് ഡീഹൈഡ്രേഷൻ മൂലം മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കുന്ന കണ്ടീഷനാണ്. പിന്നെ ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ താടിയലിന് നമ്മുടെ ഈ ഒരു ചെസ്റ്റിന്റെ ഈ ഭാഗത്തിനും ഇടയിലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ആഘാതങ്ങള് പറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടേ. സ്പ്രേ എന്ന് പറഞ്ഞാലും ഉളുക്കാണ് കേട്ടോ. ഉളുക്ക് നമ്മുടെ കൈക്ക്, നമ്മുടെ കാലിലൊക്കെ ഉളുക്ക് സംഭവിക്കില്ല, തെന്നില്ലേ നമ്മുടെ മസിൽസ് തമ്മില്, ഉളുക്ക് സംഭവിക്കില്ല. അതാണ് സ്പ്രെയിൻ. സ്പ്രെയിൻ, ഉളുക്ക് കേട്ടോ. അതൊന്ന് എഴുതി വെക്കാം. ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. സ്പ്രെയിൻ ഉളുക്കാണ്. ദെൻ ഹൈപ്പോവാൾമിക് ഷോക്ക് എന്ന് പറഞ്ഞാല്
നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ ശരീരം അല്ലെ. ചില സമയത്ത് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയാ, ധാരാളം വെള്ളം കുടിക്കാനൊക്കെ പറയില്ലേ. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായി എന്ത് ചെയ്യും, ധാരാളം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് മൂലം എന്ത് ചെയ്യും, നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റം, അതിപ്പോ കിഡ്നി ആവാം, ലിവർ ആവാം, എന്തോ ആവട്ടെ, ആ ഒരു ഓർഗൻ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കുന്ന അവസ്ഥയാണ് എന്ത്, ഹൈപ്പോ വോൾമിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡീഹൈഡ്രേഷൻ മൂലം മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കുന്നതാണ് ഹൈപ്പോ വോൾമിക് ഷോക്ക്. Then burns to പിന്നെ പറഞ്ഞത് 2 and 3 ഡിഗ്രി ബേൺസ്. അതായത് നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന്റെ 2 ലെയറിന് എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുന്നതാണ് എന്ത്, 2 ഡിഗ്രി ബേൺ എന്ന് പറഞ്ഞാല്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ കൈ ഒരു സ്ഥലത്ത് നിന്ന് മുട്ടിന്ന് വിചാരിക്കാം, ഒരു ചുമരിലോ ഒരു പോസ്റ്റിലോ ചെന്ന് നമ്മുടെ കൈ ഒന്ന് ഇടിച്ചു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളൊന്ന് സ്കൂട്ടറിൽ നിന്ന് നമ്മളൊന്ന് വീണെന്ന് വിചാരിക്കുക. അങ്ങനെ വീഴുമ്പോൾ നമ്മുടെ സ്കിന്നിന് പുറമെ റെഡ്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ കൈ വീർത്തു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോറലോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് 2 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. ഇനി അതേസമയം ആ വീഴ്ചയിൽ നമ്മുടെ എല്ലുകൾക്ക് പുറമെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഉള്ളില് നമ്മുടെ എല്ലുകൾക്ക് പൊട്ടലുണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് തെന്നി മാറുകയോ ചെയ്തു കഴിഞ്ഞാല് അതിന് നമുക്ക് എന്ത് പറയാം, 3 ഡിഗ്രി ബേൺസ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാല് പുറമേ ഉള്ള പരിക്കുകളെ 2 ഡിഗ്രി ബേൺസ് എന്നും അകത്തുള്ള പരിക്കുകളെ 3 ഡിഗ്രി ബേൺസ് എന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇല്ല, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വേറെ ഞാൻ ഒരെണ്ണം പറഞ്ഞതാണ് ഇത്. When disaster strikes, ഡോക്ടർ മേജർ ഉണ്ടല്ലോ, അത് ഒന്ന് വായിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് ട്രയാജ് ആണ്. ഇനി വരുന്നതൊക്കെ ഇനി ട്രയാജിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പലതരം കോഡുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആ കോഡുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നെടുത്തതിൽ വെച്ചിട്ട് ഈ കാറ്റഗറി 1, 2, 3, 4 ആൻഡ് ഡോക്ടർ മേജർ കേട്ടോ, അതൊക്കെയാണ് എന്തുള്ളൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉള്ളൂ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ല. ഡോക്ടർ മേജറിന്റെ ടൈം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈം ഇമ്പോർട്ടന്റ് ആണ്. ടൈം എത്രയാ പറഞ്ഞേ? ടൈം ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 3 times every 30 seconds for a period of 3 minutes. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിന്റെ മലയാളത്തിൽ ഒന്ന് പറഞ്ഞുതരോ മിസ്സേ, ആ ടൈമിന്റെ പറയുന്നത്? എന്താണ് ആ ടൈമിന്റെ പറയുന്നതേ മലയാളത്തിൽ ഒന്ന് പറഞ്ഞുതരാമോ? മലയാളത്തിൽ അതായത് 3 മിനിറ്റിനുള്ളില് 30 സെക്കൻഡ് കൂടുമ്പോൾ 3 തവണ, 3 മിനിറ്റിനുള്ളില് ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും 3 തവണയാണ് എന്ത് പ്രഖ്യാപിക്കാം, ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യുക. ആകെ ടൈം പീരീഡ് 3 മിനിറ്റ് ആണ്. ആ 3 മിനിറ്റില് 3 പ്രാവശ്യമാണ് ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ എന്ന് അനൗൺസ് ചെയ്യാം. പക്ഷെ അതിന്റെ ടൈം ബ്രേക്ക് എന്ന് പറയുന്നത് ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. $150 സെക്കൻഡ് ഇല്ലേ മൊത്തം?
താങ്ക് യു മാം. 180 സെക്കൻഡ് ആ ഉണ്ടാവും. 1 മിനിറ്റ് 60 സെക്കൻഡ് അല്ലേ? അപ്പൊ 60 × 3 180. 180 ആണ്. 180 പിന്നെ സെക്കൻഡ്. എങ്ങനെയാണ് മിസ് അപ്പൊ 30 സെക്കൻഡ് വെക്കുമ്പോ അതെനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ടൈപ്പ് ചെയ്തു. അതെ ശരിയാ, അന്നൊരു 6 പ്രാവശ്യം വേണ്ടേ മിസ്സേ? എന്താണ്? അതെ. പിന്നെ എങ്ങനെയാണ് 60 30 സെക്കൻഡ് സെക്കൻഡ് എന്ന് പറയുമ്പം അതെങ്ങനെയാന്ന് 1 മിനിറ്റിൽ 2 പ്രാവശ്യം ഉണ്ടാവില്ലേ? 1 മിനിറ്റിൽ 3 മിനിറ്റ് 1 മിനിറ്റിലേക്ക് നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല കേട്ടോ. മിസ്സെ 3 3 മിനിറ്റിനുള്ളില് 30 സെക്കൻഡ് വെച്ച് അനൗൺസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ആ ആ ഓ അപ്പൊ ഒരേ 30 സെക്കൻഡ് കഴിയുമ്പോഴും 90 സെക്കൻഡ് അല്ലേ ഓൾറെഡി മൊത്തത്തിൽ ആവുന്നുള്ളൂ. ആവുന്നുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? ആ ഓക്കെ, അത് ഞാനൊന്ന് നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ എന്താണ് ഇതില് താങ്ക് യു തെറ്റാണോ മിസ്. എന്നറിയില്ല. ആ അവിടെ ഓക്കെ നോക്കിയിരിക്കുന്നത് കേട്ടോ. പറയാം, താങ്ക് യു നോക്കിയിട്ട് മിസ്. പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.